ഇന്ന് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം നാളത്തെ നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷത്തിനുള്ള കാരണമായി തീർന്നേക്കാം. ഞാനൊരു ജീവിതാനുഭവത്തിലൂടെ ഈ കാര്യം ഞാൻ മനസ്സിലാക്കി തരാൻ ശ്രമിക്കാം. എൻ്റെ അടുത്തൊരു സുഹൃത്തിന് അദ്ദേഹം ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു. അപ്പോൾ കമ്പനിയിൽ അദ്ദേഹം എന്താണ് ആ ഒരു രീതിയിൽ അദ്ദേഹം ഒരു 50 ലക്ഷം രൂപ അദ്ദേഹം അർഹത നേടി. അതായത് അദ്ദേഹത്തിന്റെ ഓണർ പറഞ്ഞു, ഇന്നതുപോലെ ഇങ്ങനെ ഈ രീതിയിൽ ബിസിനസ് നടന്നു കഴിഞ്ഞാൽ നിനക്ക് അതിൽ ഇത്ര ശതമാനം നിനക്കാണ്. അങ്ങനെ അതൊരു 50 ലക്ഷം രൂപയാണ് അതിന്റെ തുകയായിട്ട് വരിക. അങ്ങനെ അദ്ദേഹം ആ ഒരു ബിസിനസ് നടന്നപ്പോൾ അദ്ദേഹത്തിന് 50 ലക്ഷം രൂപ അർഹത നേടുകയും ഓണർ ഉൾപ്പെടെ അത് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ പക്ഷേ പൈസ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് അദ്ദേഹത്തിന് അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞ കമ്പനിയിൽ നിൽപ്പുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പൈസ കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടി കാരണങ്ങൾ ഉണ്ടാക്കി ഈ ഇതിന്റെ ഓണർ ഇദ്ദേഹത്തിന് ആ പൈസ നിഷേധിച്ചു. ആ നിഷേധിക്കുമ്പോൾ ഇദ്ദേഹത്തിന് അതിലും വലിയ വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് കൂട്ടുനിന്നത് ഈ പറയുന്ന ഇദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് ഇദ്ദേഹത്തിന് ഈ പൈസ കൊടുക്കാതിരിക്കുവാൻ ഒരു കാരണമായി, അല്ലെങ്കിൽ അദ്ദേഹം അതിനെ സപ്പോർട്ട് ചെയ്ത് നിന്നു എന്ന ഒരു സംഭവം കൂടെ സംഭവിച്ചു. അങ്ങനെ ഇത് സംഭവിച്ചപ്പോൾ അദ്ദേഹം ആ കമ്പനിയിൽ നിന്നും ഇറങ്ങുവാൻ ഉള്ള സാഹചര്യമുണ്ടായി. അദ്ദേഹം ആ കമ്പനിയിൽ നിന്ന് ഇറങ്ങുകയും ജീവിക്കുന്നതിന് വേണ്ടി അദ്ദേഹം സ്വന്തമായി ബിസിനസ് ചെയ്യുകയും ചെയ്തു. ഇന്നിപ്പോ അത് നന്നായി പോകുന്നു. അദ്ദേഹം അത്യാവശ്യം അതിൽ നിന്നും നല്ല രീതിയിൽ ഉള്ള വരുമാനം ഉണ്ടാക്കുന്നു. അദ്ദേഹം നല്ലൊരു നിലവാരത്തിലുള്ള ജീവിതം ഇന്ന് ജീവിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് അന്ന് ഉണ്ടായ ആ ദുഃഖമാണ് ഇദ്ദേഹത്തിന് സ്വന്തമായി ഈ ഒരു സ്ഥാപനം തുടങ്ങുന്നതിനുള്ള കാരണമായി തീർന്നതും ഇന്നത്തെ ഈ ജീവിതം അദ്ദേഹത്തിന് സമ്മാനിച്ചതും അന്നത്തെ ആ വലിയ ദുഃഖമാണ്. 50 ലക്ഷം രൂപയാണ് അന്ന് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട ഒരു ദുഃഖം മനസ്സിൽ വന്നത്. അതും സ്വന്തം സുഹൃത്ത് ചതിച്ചു എന്നത് അതിലും വലിയൊരു ദുഃഖമായി മാറുകയും ചെയ്തു. ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നാളത്തെ ഒരു വലിയ സന്തോഷത്തിനുള്ള കാരണമാണ്. ചില ദുഃഖങ്ങൾ, അതായത് ചില ദുഃഖങ്ങൾ അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ആ ദുഃഖം കടന്നു വന്നാൽ മാത്രമേ നമുക്കൊരു സന്തോഷം, നാളേക്ക് ഒരു സന്തോഷം നമുക്ക് ലഭിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞത് അത്രയും വലിയൊരു ദുഃഖം അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇന്നത്തെ ഈ സന്തോഷം അനുഭവിക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്ന് കടന്നു വരുന്ന ദുഃഖത്തെ നിങ്ങൾ ഭയന്ന് അല്ലെങ്കിൽ അതിൽ വിഷമിച്ച് നിങ്ങൾ ജീവത്യാഗം ചെയ്യുന്നവരുണ്ട്. അങ്ങനെയൊന്നും ചെയ്യരുത്. ആ ഒരു ദുഃഖം ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലെ വലിയ സന്തോഷത്തിന് കാരണമായി തീർന്നേക്കാം. തിരിച്ചറിയുക.